നമസ്കാരം സർ. നമ്മുടെ പൂങ്കോട് തിരഞ്ഞെടുപ്പ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. പ്രവർത്തനങ്ങളിലെല്ലാം മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് LDFിൻ്റെ പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനത്തിൽ അവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാനമായും UDF BJP പരസ്യമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയും പ്രവർത്തകരും BJPയിലെ ഒരു മുതിർന്ന നേതാവിനെ കണ്ടിരുന്നുവെന്നും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ തെളിവ് സഹിതം അവരുടെ കയ്യിലുണ്ട് എന്നുമാണ് അവർ ആരോപിക്കുന്നത്. ഇങ്ങനെ ഒരു ആരോപണം അവർ നടത്തിയ ഈ അവസരത്തിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? തിരഞ്ഞെടുപ്പിൽ ജയിക്കുക തോക്കുക പിന്നെ സ്വാഭാവികമാണ്. പക്ഷേ ജയിക്കുമ്പോൾ ആഹ്ലാദിക്കുകയും തോക്കുന്ന സമയത്ത് ആരെങ്കിലും പഴിചാരുകയും ചെയ്യുന്നത് സംഘടനാ തലത്തിൽ പിന്നെ നമുക്ക് ചിന്തിക്കുമ്പോൾ തെറ്റായിട്ടാണ് തോന്നുന്നു. രണ്ടാമത്തെ സംഗതി എനിക്ക് പറയാനുള്ളത്, ആരാണ് BJPയുടെ മുതിർന്ന നേതാവിനെ കണ്ടത്, എവിടെ വെച്ചാണ് കണ്ടത്, കണ്ടതിൽ ആരൊക്കെ ഉണ്ട്, എന്തെങ്കിലും വീഡിയോ ദൃശ്യം അവരുടെ കയ്യിലുണ്ട് എങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നത് അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് പരസ്യമായി മാപ്പ് പറയേണ്ടി വരും. എനിക്ക് ധാരാളം വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഞാൻ അടുത്തൊരു പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതായത് BJP ഒരിക്കലും ജാതി പറഞ്ഞല്ല വോട്ട് പിടിച്ചിരിക്കുന്നത്. ഇവിടെ UDFും LDFും ജാതി പറഞ്ഞാണ് വോട്ട് പിടിച്ചിരിക്കുന്നത്. ഈ BJPയെ സംബന്ധിച്ച് എല്ലാ സമസ്ത ജനങ്ങളെയും ഒരുമിച്ച് കണ്ടുകൊണ്ടാണ് അതിന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. UDFും LDFും ജാതി പറഞ്ഞാണ് വോട്ട് പിടിച്ചിരിക്കുന്നത്. പിന്നെ ഒരു സംഗതി, പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് എന്തും വിളിച്ചു പറയാം എന്നുള്ളത് രാഷ്ട്രീയക്കാർക്ക് യോജിച്ചതല്ല. പറയുമ്പോൾ മാന്യതയോടുകൂടി പറയണം. ഒന്നും കൂടെ ഞാൻ എടുത്തു പറയുന്നു, ഏത് മുതിർന്ന നേതാവിനെയാണ് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ കണ്ടത്, എവിടെ വെച്ചാണ് കണ്ടത്, ആ കണ്ടതിന് എന്താണ് തെളിവുള്ളത്, വീഡിയോ ദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി ഞാൻ വെല്ലുവിളിക്കുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത ദിവസം പത്രസമ്മേളനം നടത്തുന്നുണ്ട്, വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ആ സമ്മേളനത്തിൽ ഞാൻ പറയുന്നുണ്ടാവും. നന്ദി സർ.